ശ്രീ എം വിജയൻ, ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ അവിടെ നിൽക്കുകയാണ്, നിങ്ങൾ ഇതൊക്കെ ഏകോപിപ്പിക്കാനും ഉള്ള ശ്രമം നടത്തുകയാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ എന്താണ്? നിങ്ങളോട് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്താണ്? സ്വാഭാവികമായിട്ടും ഇന്ന് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വൈകുന്നേരം തന്നെ കർണാടക മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ട ഒരു കാരണവശാലും ഇത് നിർത്തരുത്, ഇത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതാണ്. ഇന്ന് വൈകുന്നേരം ഇവിടുത്തെ ഫിഷറീസ് മന്ത്രിയുമായി ഞങ്ങളെല്ലാം ചർച്ച നടത്തി. പക്ഷേ അവർ അതിൽ പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യും. പക്ഷെ ഞങ്ങൾ ചോദിച്ചു ഏത് തരത്തിലാണ് എന്ന് ചോദിച്ചാൽ അവർ പറയുകയാണ്, വെള്ളത്തിൽ ഒരു കാരണവശാലും നമ്മൾ ഒരു തരത്തിലുള്ള പരിശോധനയ്ക്കുമില്ല, വെള്ളം തെളിയുന്നവരെ ഇല്ല എന്നാണ്. കരയിൽ ഞങ്ങളപ്പോൾ ആ ആശങ്ക കൂടി അവരോട് പറഞ്ഞു. കരയിൽ എന്ത് ചെയ്യാം, വെള്ളത്തിലാണല്ലോ നമ്മളെല്ലാ പരിശോധന നടത്തേണ്ടത്. നേരത്തെ ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ പറഞ്ഞ പോലെ നമ്മളെടുത്ത ഒരുപാട് തീരുമാനം, ആ തീരുമാനങ്ങൾ അത് ടെക്നോളജിയിലാണ് നമ്മളെടുത്ത തീരുമാനം. ഓരോന്നും അത് വരും എന്ന് പറഞ്ഞതല്ലാതെ ഈ 13 ദിവസമായിട്ടും ആ സംവിധാനങ്ങളൊന്നും ഇവിടെ എത്തിയിട്ടില്ല. രാജസ്ഥാനിൽ നിന്ന് മിനിഞ്ഞാന്നേ രാത്രി എത്തും, ഇന്നലെ രാത്രി എത്തുമെന്ന് പറഞ്ഞ വിദഗ്ധർ ഈ ടെക്നോളജിയുമായിട്ട് ഇതുവരെയും എത്തിയില്ല. ഇന്ന് രാവിലെയാണ് പറയുന്നത് അത് ഫീസിബിൾ ആവില്ല, അതുകൊണ്ട് കൊണ്ടുവന്നിട്ടില്ല. കാരണം രാത്രി വരെ എത്തും എന്ന് പറഞ്ഞ സംവിധാനം രാവിലെ ആകുമ്പോൾ എത്തുന്നില്ല. അതാണ് ഞങ്ങൾ പറഞ്ഞത്, കൂടുതൽ ടെക്നോളജിയെ, ശരിയാണ് പുഴയുടെ ഒഴുക്കുണ്ട്, പക്ഷേ കൂടുതൽ ടെക്നോളജിയെ നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റും. ആ ടെക്നോളജി സംവിധാനങ്ങളൊന്നും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയിട്ടില്ല, തീരുമാനങ്ങളൊന്നും നടപ്പിലാക്കപ്പെട്ടിട്ടില്ല എന്നിടത്താണ് ഞങ്ങൾ ഇപ്പോഴും ആവശ്യപ്പെടുന്നത്. നമ്മൾ നിർത്തലാക്കരുത്. നേരത്തെ പറഞ്ഞ പോലെ ഓരോ ജീവനും വിലപ്പെട്ടതാണ് തീർച്ചയായും. പക്ഷേ ടെക്നോളജിയെ, ഈ കാലത്ത് ടെക്നോളജി ഉപയോഗപ്പെടുത്താൻ എത്രയോ സംവിധാനങ്ങൾ നമ്മൾ തീരുമാനിച്ചത് തന്നെയുണ്ട്. അത് എത്തിച്ചുകൊണ്ട് നിർത്താതെ ഈ തിരച്ചിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണം. ആ വികാരം തന്നെയാണ് നമ്മുടെ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചത്. അത് തന്നെയാണ് നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞത്. ആ തിരച്ചിൽ നിർത്താതെ ആ അന്വേഷണം നടത്തണം. അതിൽ നേരത്തെ തീരുമാനിച്ച ടെക്നോളജി തന്നെ കൂടുതലായി ഉപയോഗിക്കാനുണ്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നതിലേക്ക് തന്നെയാണ്. തീർച്ചയായും ഇവിടെ നേരത്തെ മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ പറഞ്ഞ പോലെ വല്ലാതെ കുറ്റപ്പെടുത്തൽ എന്ന രീതിയിലല്ല, പക്ഷെ ഒരു പാളിച്ചകളെ നമ്മൾ ചൂണ്ടിക്കാണിക്കണമല്ലോ. ആ പാളിച്ചകളുടെ ചൂണ്ടിക്കാണിക്കലാണ്. കണ്ടിന്യൂ ചെയ്യും എന്ന് പറഞ്ഞ് രാവിലെ എടുത്ത മന്ത്രിയുടെ സാന്നിധ്യത്തിലെടുത്ത തീരുമാനം 3 മണിയാകുമ്പോഴേക്കും ആരും അറിയാതെ എന്തിന് നിർത്തലാക്കപ്പെടുന്നു എന്ന ചോദ്യവും അവിടെ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന 3-4 ദിവസം എന്ന് പറയുന്നത് ഒരു ഒഴിവുകഴിവ് മാത്രമാണ്. പിന്നീട് ആശങ്ക കൂടിയുണ്ടോ ശ്രീ എം വിജയൻ? തീർച്ചയായും അങ്ങനെ മാത്രമേ ഈ ഘട്ടത്തിൽ നമ്മൾ അനുമാനിക്കേണ്ടതുള്ളൂ. ഈ സംവിധാനങ്ങളെല്ലാം എത്തിച്ച് നമ്മൾ നടപടിക്രമങ്ങൾ ഇതുവരെ നടത്തിയിട്ടില്ല. അത് എത്തിച്ച് നടത്താനുള്ള സമയമുണ്ട്. നാളെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. പക്ഷെ അതൊന്നും എത്തുന്നുമില്ല. അതിൻ്റെ പേരിൽ ഒരു ഗ്യാപ്പ് പറഞ്ഞുകൊണ്ട് തെളിയട്ടെ എന്ന് പറഞ്ഞൊരു വാദം വെച്ച് 4 ദിവസം താൽക്കാലികമായി മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് സൂചന എന്നത് ഇത് നിർത്തലാക്കാനുള്ള നീക്കം തന്നെയാണ് എന്നാണ്. അവിടെയാണ് ഞങ്ങളുടെ ഉത്കണ്ഠ അറിയിക്കുന്നത്, അവിടെയാണ് ആശങ്ക പറയുന്നത്, അവിടെയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാനേ പറ്റൂ. ആ റിക്വസ്റ്റ്, ഈ അന്വേഷണം നിർത്തരുത്, ഇത് കണ്ടിന്യൂ ചെയ്യണം. അർജുൻ ഉൾപ്പെടെയുള്ള 3 സഹോദരങ്ങൾ അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ്. ആ തിരച്ചിൽ ഊർജിതമായി എങ്ങനെയാണോ തുടങ്ങി അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് കർണാടക സർക്കാരിനോട് വളരെ സൗഹൃദത്തോടെയും സ്നേഹത്തോടെയും ഇപ്പോഴും ഞങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്.